വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 15, 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കനാൻകാരിയുടെ വിശ്വാസം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതെ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. യാന്ത്രികതയും അനുഷ്ഠാനപരതയേക്കാൾ സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടുതൽ ശക്തിദായകം. സാധാരണ മനുഷ്യന്റെ സാമാന്യ ജീവിതം പലപ്പോഴും യാന്ത്രികവും അനുഷ്ഠാനപരവുമാകുന്നു എന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവന്റെ വ്യക്തികളോടുള്ള പെരുമാറ്റത്തിലും ദൈവത്തോടുള്ള വർത്തനത്തിലും പ്രാർത്ഥന, ഭക്താഭ്യാസങ്ങൾ തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിലും ഈ യാന്ത്രികതയും അനുഷ്ഠാനപരതയും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണാനിടവരുന്നത്. എന്നാൽ യേശു ഈ തരം യാന്ത്രികതയെയും അനുഷ്ഠാനപരതയെയും ഒരിക്കലും മതിപ്പോടുകൂടെ നോക്കിക്കാണുകയോ അവയെ അംഗീകരിക്കുകയോ ചെയ്യുന്നതായിട്ട് നാം കാണുന്നില്ല. അതിനുള്ള ഒന്നാം തരം ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ത്രീ യേശുവിനെ സമീപിക്കുന്നതും ആ സ്ത്രീയോടുള്ള യേശുവിന്റെ പ്രതികരണ ശൈലിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക. വിജാതീയ വംശജ ആയിട്ടുള്ള സ്ത്രീ തന്റേതായിട്ടുള്ള ഒരു പ്രത്യേക കാര്യം, ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ട് യേശുവിനെ സമീപിക്കുകയാണ്. ആ സഹായ അഭ്യർത്ഥന വെറും യാന്ത്രികവുമാണോ അനുഷ്ഠാനപരമായിട്ടുള്ളതാണോ എന്ന് യഥാർത്ഥത്തിൽ വിലയിരുത്താനും വേണ്ടി കൂടി ആകണം യേശു ആ അഭ്യർത്ഥന കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. എന്നാൽ ആ സ്ത്രീയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നു ആ സ്ത്രീ യാന്ത്രികമായിട്ട് നടത്തിയ ഒരു അഭ്യർത്ഥന അല്ലാതെ എന്ന്. അതുകൊണ്ട് ആ സ്ത്രീയുടെ ആത്മാർത്ഥതയുടെ ആഴങ്ങളും അതിനെ അനുവർത്തിക്കാനിടവരുന്ന മാനസിക വ്യാപാരങ്ങളും ആഴത്തിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി കൂടെ യേശു അല്പം പരുഷമായ രീതിയിൽ എന്ന് പറയാവുന്ന വിധത്തിൽ ആ സ്ത്രീയോട് വർത്തിക്കുന്നു. അതിനുള്ള പ്രതികരണം എന്ന രീതിയിലും ആ സ്ത്രീ അത്തരം പരുഷമായിട്ടുള്ള അനുഭവങ്ങളെ അതിജീവിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. യേശുവിനെ വളരെയേറെ മതിപ്പും വളരെയേറെ സന്തോഷവും ഉള്ളിൽ തോന്നിയതുകൊണ്ടായിരിക്കണം ആ സ്ത്രീയെ ഉടനെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അനുമോദിക്കുന്നു. യേശു ആ സ്ത്രീയെ അനുമോദിച്ചതിനു ശേഷം ആ സ്ത്രീയുടെ സഹായ അഭ്യർത്ഥന 100% അത് നിവർത്തിതമാക്കുന്നു. ആ സ്ത്രീയുടെ മകള് തത്സമയം തന്നെ സൗഖ്യം പ്രാപിക്കുന്നു. കേവലം യാന്ത്രികമായ പ്രവർത്തന ശൈലികളോ അനുഷ്ഠാനപരമായിട്ടുള്ള ജീവിതശൈലിയോ യേശു ഇഷ്ടപ്പെടുന്നതായിട്ട് നാം കാണുന്നില്ല. മറിച്ച് ആത്മാർത്ഥതയും അതിൽ നിന്നുണ്ടാകുന്ന പ്രതിബദ്ധതയും ജീവിതത്തിൽ പ്രവർത്തന നിരതമായി കാണുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങള് അനുകമ്പാമിശ്രണമായി തീരുന്നതായിട്ട് സുവിശേഷങ്ങളിൽ ഉടനീളം നമുക്ക് കാണാം. ഈ ഒരു സത്യം മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ട് കാണാം.
എന്തുമാത്രം ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കുന്നുവോ അത്ര കണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തരണം ചെയ്യുന്നതിനുള്ള ശക്തി പോലും സമ്പാദിക്കാൻ ഇടവരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തന്നെയല്ലേ ദൈവികമായിട്ടുള്ള പ്രതിഭാസമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്ന ആ വസ്തുത. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നതും യാന്ത്രികവും അനുഷ്ഠാനപരവും ആകാതെ സജീവമായിട്ടുള്ള ജീവിതത്തിന്റെ പ്രവർത്തനത്തിന്റെ ഊർജം ആയിട്ട് അത് തീരാൻ ഇടവന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുമ്പില് അതിന് വിലയുണ്ടാകുള്ളൂ എന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കുന്ന ഒന്നല്ലേ ഇന്നത്തെ സുവിശേഷം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല.